ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുലിഖിതം. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അരികിൽ വരുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ആലിസ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. മോളുണ്ടായി 7 മാസം കഴിഞ്ഞപ്പോൾ സ്കിന്നിൻ്റെ അലർജി കൈയുടെയും മുട്ടിൽ നിന്നും വ്യാപിച്ചു. അത് ദേഹം മുഴുവനും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഞങ്ങൾ ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഒക്കെ ചെയ്തു. 1.5 വർഷത്തോളം ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. അത് വളരെ കൂടി കുഞ്ഞിന് അസഹ്യമായ ചൊറിച്ചിലും ദേഹത്ത് നിന്ന് ഇങ്ങനെ പൊടി പോലെ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. കുഞ്ഞ് 10 മിനിറ്റ് പോലും ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഉറക്കണമായിരുന്നു അവളെ. രാത്രിയിൽ നിദ്രയില്ലാത്ത രാത്രികളെന്ന് പറയായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് വേണ്ടി ഭർത്താവിന് രാത്രി മുഴുവനും കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കരഞ്ഞ് ഓരോ രാത്രികളും ഞങ്ങൾ കഴിച്ചു കൂട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മദറിനോട് ഒരു സുഹൃത്ത് വഴി ഞങ്ങൾ സെഹിയോൻ ധ്യാന കേന്ദ്രത്തെ പറ്റി അറിയുകയും അവിടെ ഞങ്ങൾ 5 ദിവസത്തെ ധ്യാനത്തിന് 2012 ഡിസംബർ അവസാനത്തെ ആഴ്ചയിലെ ധ്യാനത്തിന് ഞങ്ങൾ പോവുകയും ചെയ്തു. അവിടെ വെച്ച് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്കൊരു പ്രത്യേക വിശ്വാസം ലഭിക്കുകയുണ്ടായി. അങ്ങനെ കൈവെപ്പ് ശുശ്രൂഷയിൽ ബിനോയച്ചൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ പേടിക്കേണ്ട, കുട്ടിക്ക് എല്ലാം മാറും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ട് ഇവൾക്ക് കൊടുത്തിരുന്ന മരുന്നുകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സോപ്പുകൾ ഉപേക്ഷിച്ചു, എണ്ണ ഉപേക്ഷിച്ചു. അങ്ങനെ വെറുതെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങി. അച്ഛൻ വെഞ്ചരിച്ച് തന്ന എണ്ണ മാത്രം അവളുടെ നെറ്റിയിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഭിഷേകാഗ്നിയും കൂടെ എല്ലാ ഞായറാഴ്ചയും കാണുമായിരുന്നു. 3 മാസം കൊണ്ട് ഈ 2 വർഷം കുഞ്ഞിന് മാറാതിരുന്ന അസുഖം 3 മാസം കൊണ്ട് ക്രമേണ മാറി, പൂർണ്ണമായും മാറി. ഇപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളുടെ കയ്യിലും ദേഹത്തും പിടിക്കുന്ന കണക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ തന്തയും ഈശോ ശരീരത്തിൽ നിന്ന് പരിപൂർണമായി അത് അവിടെ എടുത്തു മാറ്റി. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ രോഗികളായ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസപൂർവ്വം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് തന്നെ കുട്ടികൾ സൗഖ്യം പ്രാപിക്കാൻ ദൈവശക്തി അവിടെ വ്യാപരിക്കും. അതുപോലെ രോഗമുള്ള മേഖലകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ സ്വന്തം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുകയാണ്. ഈ സമയം കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഒഴുകും. നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കും. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. രോഗികൾ ആ രോഗക്കിടക്കയിൽ കിടന്ന് കൈകൾ രോഗമുള്ള മേഖലകളിലേക്ക് വെച്ച് വിശ്വാസത്തോടെ യേശുവേ 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 എന്ന് യേശു എന്ന ഉന്നത നാമം വിളിക്കുക. കുട്ടികളുടെ അടുത്തുള്ള രോഗികളായ കുട്ടികളെ കൊണ്ടുവന്നുള്ള പാരൻസ് ഇപ്പോൾ ആ കുട്ടികളുടെ ശിരസിലേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെല്ലാം ശാസിച്ച് പ്രാർത്ഥിക്കണം. കുടുംബം മുഴുവനും പ്രാർത്ഥനയിലേക്ക് ചേരുകയാണ്. സമൂഹത്തിൽ ഇപ്പോൾ സിസ്റ്റേഴ്സ്, വൈദിക വിദ്യാർത്ഥികൾ, അനേക ജീവിത അന്തസ്സിലിരിക്കുന്നവരെ കർത്താവ് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. രോഗമില്ലാത്തവർ ഇപ്പോൾ ക്ലേശത്തിലും കണ്ണുനീരിലിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, കരങ്ങൾ ഉയർത്തുന്നു. സാധിക്കുന്നത് പോലെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 43:30 സർവ്വശക്തിയോട് അവിടെ സ്തുതിക്കുക, തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന.
ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. മനസ്സ് മടുക്കാതെ ആരാധിക്കുന്നു, ഹൃദയം തുറന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ക്ഷീണങ്ങൾ മാറട്ടെ, അടുപ്പ് മാറിപ്പോകട്ടെ, മന്ദത മാറിപ്പോകട്ടെ, എല്ലാ ക്ഷീണങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ ബന്ധനങ്ങളും തകരട്ടെ, എല്ലാ അവിശ്വാസങ്ങളും വിട്ടുപോകട്ടെ, ദുർപീഡകൾ വിട്ടുപോകട്ടെ, ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, രോഗത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, കൃപയ അഭിഷേകം നിറയട്ടെ, കൃപാവര അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ അത്ഭുത ശക്തി, ഓ കൃപയുടെ ശക്തി ഇപ്പോൾ നിറയട്ടെ, ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, ഇപ്പോൾ ഭവനങ്ങളിലേക്ക് നിറയട്ടെ, ഇപ്പോൾ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സൗഖ്യങ്ങൾ നിറയട്ടെ, അഭിഷേകങ്ങൾ നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ, എല്ലാ കുടുംബങ്ങളിൽ നിന്നും മന്ദത വിട്ടുമാറി പോകട്ടെ, രോഗവും അതിന്റെ ആധിപത്യങ്ങളും ഛിന്നഭിന്നമാകട്ടെ, മന്ത്രവാദ കൂടോത്ര ശക്തികൾ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉയർച്ച പ്രാപിക്കുക. ഉറക്കെ പറയാ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മുടെ കുടുംബം ഉയർച്ച പ്രാപിക്കുന്നതിന് നിരവധി വഴികൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉയർച്ച പ്രാപിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കുടുംബങ്ങളിൽ തടസ്സമുണ്ട്, കുടുംബങ്ങളിൽ പ്രതികൂലമുണ്ട്, കുടുംബങ്ങളിൽ ഞെരുക്കമുണ്ട്, ദാരിദ്ര്യമുണ്ട്, നരകിക്കുന്ന അവസ്ഥയുണ്ട്, ജോലി തടസ്സമുണ്ട്, വിവാഹ തടസ്സമുണ്ട്, രോഗങ്ങളുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കടന്നു പോകാൻ ദൈവവചനം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വഴികളെക്കുറിച്ച് ദൈവജനം അജ്ഞത പുലർത്തുകയാണ്. അതുകൊണ്ട് പല കുടുംബങ്ങളിൽ നിന്ന് തകർച്ച വിട്ടുമാറാതെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പല കുടുംബങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറാതെ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തടസ്സങ്ങൾ വിട്ടുമാറാൻ, ഒരുപാട് തരത്തിലുള്ള ഉപദ്രവങ്ങൾ വിട്ടുമാറാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉയർച്ച പ്രാപിക്കുക. ദാവീദിന്റെ ജീവിതത്തെ എടുത്ത് നോക്കുക. വിശുദ്ധ പറയുന്നത് എങ്ങനെയാണ്? ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. ഇതുപോലൊരു വിജയശ്രീലാളിതമായ ജീവിതം നയിക്കാൻ നമുക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ദാവീദ് അതിനുവേണ്ടി എന്താ ചെയ്തത്? 40-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുലിഖിതം, കർത്താവേ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ മഹാസഭയിൽ ഞാൻ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു. ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അങ്ങയുടെ രക്ഷാകര സഹായത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വച്ചില്ല. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പറ്റി ഞാൻ മഹാസഭയിൽ വിളിച്ചു പറഞ്ഞു. ദൈവം ചെയ്ത കാര്യങ്ങളെ വെളിപ്പെടുത്തുക, ദൈവം ചെയ്ത കാര്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുക, ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവം ചെയ്ത നന്മകളെയും ജനസമൂഹത്തിൽ മഹാസഭയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അത് വിളിച്ചു പറഞ്ഞ്, അത് 10 പേരോട് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക ഒരു നിസ്സാര കാര്യമല്ല. നമ്മുടെ കുടുംബങ്ങളിൽ തടസ്സങ്ങൾ മാറാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴി തന്നെയാണത്. ഒരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോസി, ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് അമേരിക്കയിലാണ്. അവൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോലി ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാവും, പക്ഷേ പേഴ്സണൽ ഇൻ്റർവ്യൂ വരുമ്പോൾ അവൾക്ക് ജോലി കിട്ടാറില്ലായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു. അത് ഞാൻ അവിടെ ഇൻ്റർനെറ്റിൽ കൂടെ അഭിഷേകാഗ്നി കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ അഭിഷേകാഗ്നിയുടെ ഇതിൽ കാണുമ്പോൾ ഒരു ഫോൺ കണ്ടപ്പോൾ ഞാൻ ആ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഈ നാട്ടിൽ വരുമ്പോൾ സാക്ഷ്യം പറയുകയും ദശാംശം കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ നേർന്നു. അപ്പോൾ അവളൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരുന്നു.
അറ്റൻഡ് ചെയ്തിരുന്നു. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. എൻ്റെ ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി. അത് നേർന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം അവളുടെ ഫ്രണ്ട്, അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ വിളിച്ചു പറഞ്ഞു, റൈമോൾ ആ ജോലി അവർ റിവ്യൂ ചെയ്യാൻ പോകാണ്, അല്ല ഇൻ്റർവ്യൂ റിവ്യൂ ചെയ്യാൻ പോകാണ്, അപ്പോൾ അതുകൊണ്ട് റൈമയ്ക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ അവർ അധികാരികൾ വിളിച്ചു പറഞ്ഞ് ഡേറ്റ് ഫിക്സ് ചെയ്തു, ഇന്ന ദിവസം ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. തള്ളിപ്പോയ ഇന്റർവ്യൂ ആണ് അത്. ഈ ചേച്ചി എന്ത് ചെയ്തു? ഈ ഒരൊറ്റ പ്രാർത്ഥന, ഞാൻ അട്ടപ്പാടിയിൽ പോയി സാക്ഷ്യപ്പെടുത്താം, പിന്നെ ദശാംശവും കൊടുക്കാമെന്ന് രണ്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം മനസ്സിലാക്കി. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയുള്ള 2 ദൈവവചന വഴികളാണ് ഈ അമ്മച്ചിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചത്. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന് കൃതജ്ഞത അർപ്പിക്കണം. 2, ദശാംശം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് രണ്ടും പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്തി. ഈ അമ്മച്ചി അങ്ങോട്ട് പറഞ്ഞനുസരിച്ച് മകൾ അമേരിക്കയിലാണെങ്കിൽ ശരി അനുസരിച്ച് ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തള്ളിപ്പോയി ആദ്യത്തെ ഇൻ്റർവ്യൂവിനെ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞത് ജോലി തന്നിരിക്കുന്നു പറഞ്ഞ് ജോലിക്ക് അങ്ങോട്ട് എന്താ കൊടുത്ത അപ്പോയിൻമെൻറ്റ് അങ്ങോട്ട് കൊടുത്തില്ലേ. അത് കഴിഞ്ഞ് അവള് ആ ആഴ്ച തന്നെ വീണ്ടും 2 ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരുന്നു. ആ 2 ഇന്റർവ്യൂവിൽ അവൾ പാസ്സായി. പിന്നെ തുരുതുരാന്ന് ജോലി. ഇപ്പം ഏതെടുക്കണ്ടെന്ന് വിഷമം. അതിന് വീണ്ടും ഒരു പ്രാർത്ഥനയ്ക്ക് അമ്മ ഇവിടെ പ്രാർത്ഥിക്കേണ്ട സ്ഥിതി നോക്കി. എന്തൊരു അനുഗ്രഹ ദൈവം കൊടുത്തു നോക്കി. ഹല്ലേലൂയ. പിന്നെ പോകുന്ന എല്ലാ ഇന്റർവ്യൂവിനും ഓക്കെ. ശ്രീസമ്മയ്ക്ക് സന്തോഷമാണോ? ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന സംഗതിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രസിദ്ധമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുക. വിശുദ്ധ ലിഖിതങ്ങളിൽ യേശുവും ഇതിനെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 38-39 തിരുലിഖിതങ്ങളിലാണ് യേശുവിൻ്റെ നിലപാട് നാം കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള ആ ഒരു സംഭവം നമ്മൾ ഓർമ്മിക്കണം. ഗരസേനരുടെ നാട്ടിൽ പിശാച് ബാധിതനായി ലഗിയോൻ ബാധിച്ച് ഒരു വ്യൂഹം പിശാചുകൾ ബാധിച്ച് തകർന്ന ഒരു മനുഷ്യൻ, കല്ലറകളിൽ വാസമുറപ്പിച്ചവൻ, കല്ലുകൊണ്ട് മുട്ടിക്കൊണ്ട് തൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാതെ ആർക്കും സഹായിക്കാൻ പറ്റാതെ അങ്ങനെ കല്ലറകളിൽ അങ്ങനെ മൂകനായി വാസമുറപ്പിച്ചവൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് യേശു ഇടപെട്ടു. എല്ലാ പിശാചുകളെയും അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി അവൻ സുബോധമുള്ളവനായി വെള്ള വസ്ത്രം ധരിച്ച് ഇതാ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അവന് സുബോധമുള്ളവനായി ശുഭ്രവസ്ത്രധാരിയായി പട്ടണവാസികൾ കാണുകയാണ്. അങ്ങനെ യേശു ആ പട്ടണത്തിൽ നിന്ന് ഇതാ വിട്ടുപോരുകയാണ്. യേശു ആ പട്ടണത്തിൽ നിന്ന് വിട്ടുപോരുന്ന സമയത്ത് ആ മനുഷ്യൻ യേശുവിനോട് ഒരു റിക്വസ്റ്റ് വെച്ചു. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുലിഖിതത്തിൽ നാം വായിക്കുന്നത്. പിശാച് ബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ യേശുക്രിസ്തു എന്താ പറയണത്? ആ മനുഷ്യനോട് പറയുകയാണ്, നീ പോയി ദൈവം നിനക്ക് ചെയ്ത ഈ കാര്യങ്ങൾ നീ നിന്റെ നാട്ടിലുള്ളവരോട് പറഞ്ഞ് അവർക്ക് ബോധ്യങ്ങൾ കൊടുക്കുക. നീ ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് നീ പ്രസിദ്ധമാക്കുക. ഇത് യേശു ആ മനുഷ്യനെ ദൗത്യമേൽപ്പിച്ച് ആ മനുഷ്യന്റെ നാട്ടിലേക്ക് യേശു പറഞ്ഞയക്കുകയാണ്. സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവം ചെയ്തൊരു നന്മ മറ്റുള്ളവർ പറയണത് ഒരു ചെറിയ കാര്യമായി യേശു കണക്കാക്കിയിട്ടില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 43 മുതൽ 48 വരെ മറ്റൊരു രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. അത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടൊരു അത്ഭുത സംഭവമാണ്. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്തവളുമായ ആ സ്ത്രീ ജനക്കൂട്ടത്തിനതിൽ തിരക്കി വന്ന് ആരും അറിയാതെ യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തൽക്ഷണം യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ മകൾ സൗഖ്യം പ്രാപിച്ചു. യേശു ആ ജനക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്ന് ഉറക്കെ ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? ആരാണ് എന്നെ സ്പർശിച്ചത്?
അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. മറച്ചു വെക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ എന്തിനാണ് അവനെ സ്പർശിച്ചതെന്നും എങ്ങനെയാണ് സുഖമാക്കപ്പെട്ടതെന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം പ്രസ്താവിക്കാൻ വേണ്ടി യേശു അവളെ പ്രോത്സാഹിപ്പിക്കുക. യേശു പറയും, ആരാണ് എന്നെ സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി ബഹിർഗമിച്ചിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ആരാണ് എന്നെ സ്പർശിച്ചത്? പലതവണ ആ സ്ത്രീ മിണ്ടാതിരിക്കാൻ നോക്കി, എന്ന് പറയാതെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറാൻ എന്തോ സമ്മർദ്ദം, സമൂഹത്തിന് മുമ്പിലുള്ള വൈക്ലഭ്യം. എന്നാൽ യേശു പിന്നെയും ആരാണെന്ന് ചോദിച്ച് ആ സ്ത്രീയെ ജനക്കൂട്ടത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ ദൈവത്തിൽ നിന്നും ആ മകൾക്ക് ലഭിച്ച നന്മ, ദൈവത്തിൽ നിന്ന് ആ മകൾക്ക് ലഭിച്ച അത്ഭുതം, ദൈവത്തിൽ നിന്ന് ആ മകൾക്ക് ലഭിച്ച കാരുണ്യം എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിക്കാൻ ഈശോ ഒരു വേദി ഒരുക്കി കൊടുത്തു. ഈശോ ആ മകളെ പ്രോത്സാഹിപ്പിച്ചു, വേദി ഒരുക്കി. ആ മകളുടെ ജീവിതം ഒരു പടി കൂടി കൃപയുള്ള ജീവിതമാക്കി ഈശോ രൂപാന്തരപ്പെടുത്തി. ഉറക്കെ പറയാ ഹല്ലേലൂയ. തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക ഇടപെടലുകൾ, ദൈവ അനുഭവങ്ങൾ, ദൈവിക നന്മകൾ, സൗഖ്യങ്ങൾ, അനുഭവങ്ങൾ അത് ജനങ്ങളുടെ മുമ്പാകെ ഏറ്റുപറയുന്നതും പ്രസ്താവിക്കുന്നതും വെളിപ്പെടുത്തുന്നതും ദൈവത്തിന്റെ പ്രവൃത്തികളെ പ്രഘോഷിച്ചു പ്രസിദ്ധമാക്കുന്നതും ശ്രേഷ്ഠമാണെന്ന് തന്നെയാണ് യേശുക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുലിഖിതങ്ങളിൽ മറ്റൊരു രംഗം നാം കാണുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ അവർ യേശുക്രിസ്തുവിലേക്ക് വന്നു. യേശുക്രിസ്തുവിൽ വന്നപ്പോൾ യേശുവിൽ നിന്ന് അവർക്ക് വലിയ സൗഖ്യങ്ങളും അനുഭവങ്ങളും അത്ഭുതങ്ങളും കിട്ടി. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി സാക്ഷ്യത്തിനായി പുരോഹിതൻ നിങ്ങൾ ഇതിനെ കാണിച്ചു കൊടുക്കുക. പോകുന്ന വഴി ആ 10 പേരും സുഖം പ്രാപിച്ചു. അപ്പോൾ വിജാതീയനായ ഒരുവൻ മടങ്ങി വന്ന് യേശുവിനോട് നന്ദി പറയുന്ന ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുലിഖിതം. ഉടനെ യേശു ചോദിക്കുകയാണ്, വിജാതീയനായ ഈ മനുഷ്യനല്ലാതെ വേറെ ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിജാതീയനല്ലാതെ വേറെ ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ടെസ്റ്റിമണി കൊടുക്കുമ്പോൾ തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയുന്ന, ദൈവത്തിന് സഭ സമ്മേളിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ശുശ്രൂഷ കൂടെയാണ് നാം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിരവധി കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നോ ടെസ്റ്റിമണി കൊടുക്കുന്നോ അവർ ആ ഒരു ശുശ്രൂഷയിലൂടെ എൻ്റെ ദൈവം എനിക്ക് തന്ന ഈ ഒരു വലിയ ഇടപെടലിന്, ഈ ഒരു വലിയ അനുഗ്രഹത്തിന് എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ശുശ്രൂഷയാണത്. അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, നാം സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നിരവധി തടസ്സങ്ങൾ ദൈവശക്തി വ്യാപരിച്ച് വിട്ടുമാറിപ്പോയി വഴികൾ തുറക്കപ്പെടുന്നു. സാക്ഷ്യപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹമാണ്, ഒരു വ്യക്തിയുടെ സാക്ഷ്യത്തിൽ എങ്ങനെ ദൈവം ഇടപെട്ടു എന്ന് ആ വ്യക്തി വിശദീകരിച്ച് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികളിലേക്ക് വിശ്വാസകൃപ ദൈവം പകർന്നു കൊടുക്കുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കപ്പെടുന്ന സമയമാണ് ഒരു വ്യക്തി ടെസ്റ്റിമണി കൊടുക്കുന്ന സമയം, സാക്ഷ്യപ്പെടുത്തുന്ന സമയം. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വീണ്ടും ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ വ്യക്തി സംഭവിക്കുന്ന നാലാമത്തെ അനുഗ്രഹമാണ്, സാക്ഷ്യപ്പെടുത്തുന്നതോടുകൂടി ആ വ്യക്തിയുടെ മേലുള്ള ദൈവത്തിന്റെ സംപ്രീതി വർദ്ധിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം വർദ്ധിക്കുന്നു. ദാവീദ് തനിക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ മഹാസഭയിൽ അതെല്ലാം വിളിച്ചു പറഞ്ഞു, ഹൃദയത്തിൽ ഒളിച്ചു വെച്ചില്ല, അതെല്ലാം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന് ദാവീദിന്റെ മേൽ മേൽക്കുമേൽ പ്രീതി. വചനം പഠിപ്പിക്കുകയാണ്, അവൻ പോയിരുന്നിടത്തെല്ലാം കർത്താവ് അവന്
വിജയം നൽകിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് നമ്മുടെ മേൽ ഇഷ്ടം വർദ്ധിപ്പിക്കുന്ന ഒരു വലിയൊരു ശുശ്രൂഷയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്തോർത്ത് വർണ്ണിച്ച് ദൈവസന്നിധിയിലും സമൂഹത്തിന് മുമ്പിലും ദൈവത്തെ ഏറ്റുപറയുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെ. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നന്മ സമൂഹത്തിന് വെളിപ്പെടുത്താനുള്ള വൈക്ലഭ്യങ്ങൾ മാറട്ടെ. എത്രയോ നന്മകൾ ദൈവത്തിന്റെ കരങ്ങളിൽ സ്വീകരിച്ചു. മക്കളെല്ലാം വിളിച്ചുകൂടി അത് പറയണം. മക്കളെ, ഇന്നലകളിൽ ദൈവം നമ്മുടെ കുടുംബത്തിൽ ഇന്ന അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടവക സമൂഹത്തിന് മുമ്പിൽ അത് പറയണം. കൂട്ടുകാരും ബന്ധുക്കളും ഒരുമിച്ച് കൂടുമ്പോൾ പറയണം. 4 പേരെ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് പറയണം. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയണം. ദൈവത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് പറയണം. ദൈവം ഇടപെടുന്ന വഴികളെക്കുറിച്ച് പറയണം. ദൈവം തന്ന വചനങ്ങൾ പറയണം. ദൈവം തന്ന കൃപകളെ പറയണം. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. കൃപ നിറയട്ടെ കർത്താവേ. മടി മാറിപ്പോട്ടെ കർത്താവേ. മന്ദത മാറിപ്പോട്ടെ കർത്താവേ. സാക്ഷ്യപ്പെടുത്താൻ, ഏറ്റുപറയാൻ, പ്രഘോഷിക്കാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ കർത്താവേ, സാക്ഷ്യത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. യേശുവിനെ ഏറ്റു പറയാനുള്ള ആത്മാവിനെ നിറയ്ക്കണമേ. ദൈവത്തെ ഏറ്റു പറഞ്ഞ അഭിമാനിക്കുന്ന വലിയ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അഭിഷേകം നിറയണമേ കർത്താവേ. കൃപ നിറയ്ക്കണമേ കർത്താവേ. സ്നേഹം നിറയ്ക്കണമേ കർത്താവേ. സന്തോഷം നിറയ്ക്കണമേ കർത്താവേ. വലിയ കാര്യങ്ങൾ ചെയ്യണമേ കർത്താവേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കണമേ.
രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.